ഷറഫൂറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ. ത്വഹ ഷൗക്കോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. ഹാഫിൽ നഈം ഫൈസിയുടെ കൂടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജുനൈദ് ഫൈസി എന്ന് പേരുള്ള ഉസ്താദ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയെന്നൊരു വാർത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഉറ്റ മിത്രങ്ങളായിരുന്നു രണ്ടുപേരും, നഈം ഫൈസിയും ഈ ജുനൈദ് ഫൈസിയും. രണ്ടും നല്ല ഗായകർ. ഹാഫിളായിരുന്നു നഈം ഫൈസി. അദ്ദേഹം രണ്ടുപേരും ഒരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ ബൈക്കിൽ വരുന്ന സമയത്താണ്, കഴിഞ്ഞ ഡിസംബർ 27-നോ 28-നോ ആണ് ആ അപകടം നടക്കുന്നത്. ഇപ്പോൾ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞിരുന്നു നഈം ഫൈസി, ഉമ്മ ഞാൻ വീടിനടുത്ത് എത്താറായി എന്ന് പറഞ്ഞ സമയത്താണ്. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അന്ന് അപകടം നടന്നത്. ആ അപകടം നടന്നിട്ട് രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും നഈം ഫൈസിയെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ജുനൈദ് ഫൈസി ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട മിത്രം നഈം ഫൈസി മരണത്തിന് കീഴടങ്ങിയത് അറിഞ്ഞിരുന്നില്ല. എപ്പോഴോ ഒന്ന് ബോധം വന്നപ്പോൾ ചോദിച്ചത് നഈം ഫൈസിയെക്കുറിച്ചാണ്. എന്താണോ എനിക്ക് പറ്റിയത്, എന്തെങ്കിലും പരിക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആശ്വാസവാക്കുകളായിരുന്നു അന്ന് ജുനൈദ് ഫൈസിക്ക് കൊടുത്തത്. അവൻ്റെ മനസ്സിൽ ഒരു പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് ശസ്ത്രക്രിയകൾ നടത്തി ചികിത്സയിലായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു, പടച്ചോനെ ആ പ്രാർത്ഥനയുടെയും മരുന്നിൻ്റെയും ഫലമായിട്ട് പൊന്നുമോൻ ലൈഫിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു കരുതൽ തന്നെയായിരുന്നു എല്ലാവരും. പിന്നെ ഞാൻ രാവിലെ നോക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ഉസ്താദ് പട്ടിക്കാട് ജാമിഅ നൂരിയ കോളേജിലെ റിയാഉദ്ദീൻ ഫൈസിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടത്. ജുനൈദ് ഫൈസിയും മരണത്തിന് കീഴടങ്ങി എന്നൊരു വാർത്ത. രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ, ഇനി അവർ സ്വർഗത്തിലായിരിക്കും കണ്ടുമുട്ടുക. ആ ഒരു ജുനൈദ് ഫൈസി തൻ്റെ പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്. അത് എന്ത് കാര്യത്തിനാണെങ്കിലും, പാടാനാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടാവും. ഇനി ആ ഖബറിൽ കഴിഞ്ഞിട്ട് ആ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നഈം ഫൈസി കൂടി ഉണ്ടാവും. നേരത്തെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ജുനൈദ് ഫൈസി ഒരു സംഭവം ഓർമ്മ ഉണ്ടാവും. അത്രയും നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു ജുനൈദ് ഫൈസിയും. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ. ത്വഹ ഷൗക്കോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ. അറബിലും ബദറെ, അജമിലും ശുഹ്റേ, ആരംഭത്തറവട്ടിലുദിത്തനൂറെ, അറ്റലായ അബൂ ത്വാലിബ് എടുത്ത ഹൈറേ. മനോഹരമായിട്ടാണ് ഇവർ മധുഗാനങ്ങൾ പാടുന്നത്. നഈം ഫൈസിയുടെ പാട്ടുകളൊക്കെ നമ്മളന്ന് കേട്ടതാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒന്നാണ്, എവിടെ നിന്ന് മരിക്കുകയാണെങ്കിലും എപ്പോൾ മരിക്കുകയാണെങ്കിലും പടച്ചോനെ ഈമാനോട് കൂടിയുള്ള ഒരു മരണം ഉണ്ടാവണം എന്നുള്ളത്. പേരും ഫൈസി ബിരുദം വാങ്ങാനുള്ള ആളുകളായിരുന്നു. അതിലിപ്പോൾ ആ ഒരു കഴിഞ്ഞ ജനുവരിയുടെ സ്റ്റാർട്ടിങ്ങിൽ ആ ഫൈസി പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിലെ ബിരുദദാന ചടങ്ങിൽ നഈം ഫൈസിക്ക് വേണ്ടി പിതാവും ജുനൈദ് ഫൈസിക്ക് വേണ്ടി ഉസ്താദുമാണ് അന്ന് ബിരുദം ഏറ്റുവാങ്ങിയത്, സനത് ഏറ്റുവാങ്ങിയത്. അന്ന് തന്നെ സംസ്ഥയുടെ പ്രസിഡൻ്റായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുനൈദ് ഫൈസിക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നി നഈം ഫൈസി എന്ന് പേരുള്ള ഹാഫിൽ നഈം ഫൈസി മരണപ്പെട്ടപ്പോൾ ഇവർക്കൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നൊരു സമ്മാനം എന്താണെന്നറിയോ? രണ്ടുപേരും രക്തസാക്ഷികളുടെ പരിവേഷമാണ് അപകടത്തിൽ മരണപ്പെട്ടതുകൊണ്ട്. ഒരുപാട് ഖത്തമുകൾ, ഒരുപാട് തഹ്ലീലുകൾ ഈ രണ്ടു പേർക്കും കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ പരമാവധി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഈ രണ്ട് കൂട്ടർക്ക് വേണ്ടി നേരത്തെ മരണപ്പെട്ടു പോയ നഈം ഫൈസിക്കും അതോടൊപ്പം ഇന്ന് മരണത്തിന് കീഴടങ്ങിയ ജുനൈദ് ഫൈസിക്കും വേണ്ടി ദുആ ചെയ്യണം. പക്ഷെ റബ്ബിൻ്റെ ഒരു വിധിയുണ്ട്. റബ്ബ് എന്ത് തീരുമാനിക്കുന്നതാണ് ഹൈർ. അതാണൊരു വിശ്വാസിയുടെ മനസ്സ്. നമുക്ക് എന്ത് വിധി കിട്ടുന്നു എന്നുള്ളതല്ല. അതായത് ഈ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ രഹസ്യം, അതായത് ജീവിതത്തിൻ്റെ ഒരു ആത്മീയ രഹസ്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മരണം പോലും നമുക്കൊരു ദുഃഖം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും സാധാരണക്കാർക്ക് അസാധ്യമായ ഒന്നാണ്. സൂഫികളൊക്കെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയലുണ്ട്. അത്രേ, അൽഹംദുലില്ലാ
നമ്മൾ സാധാരണ പറയുക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് നമ്മൾ പറയല്. പക്ഷേ ഏത് നിമിഷത്തിലും ദുഃഖമാവട്ടെ സന്തോഷമാവട്ടെ, അൽഹംദുലില്ലാ എൻ്റെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് മാറിപ്പോയിട്ടില്ല, ആ ദുഃഖത്തിലും ഞാൻ പതറിയില്ല എന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ, അങ്ങനെയാണ് ഹംദ് പറയുന്നതിൻ്റെ വാക്യം. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം നമ്മളിങ്ങോട്ട് ജീവനോടുകൂടി നമ്മൾ 4-ാം മാസം റൂഹ് തന്ന് നമ്മളൊരു ഗർഭപാത്രത്തിൽ, ഒരു ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീണാൽ പിന്നെ നമുക്കുള്ളത് എന്തായാലും മരണം ഉറപ്പാണ്. ആ മരണം ഏത് നിമിഷത്തിലാണ് എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാത്തൊരു കാര്യം. നമ്മൾ കരുതും പടച്ചോനെ ഇപ്പം എനിക്കിപ്പോൾ എത്ര വയസ്സായി, ഇനി കല്യാണം ഉണ്ട്, ഇനി എൻ്റെ അതുണ്ട് ഇതുണ്ട്, ബിരുദം വാങ്ങാനുണ്ട്, ഇനി എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ പോകാനുണ്ട്. പക്ഷേ പടച്ചോൻ നമുക്ക് വെച്ചൊരു തീയതി ഉണ്ട്. ആ തീയതി ഒരു അപകടമരണമാവല്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. എങ്ങനെ മരണപ്പെടാനാണെങ്കിലും പിന്നീട് നമ്മൾ മരിക്കേണ്ടത് ഈമാനോടുകൂടി ആയിരിക്കണം എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ജുനൈദ് ഫൈസിയുടെ ഉള്ളിലൊക്കെ ഉള്ളൊരു ആഗ്രഹം എന്തായിരിക്കും? പണ്ട് നല്ലൊരു ഉസ്താദായിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ മുദരിസായിട്ട് ഖത്തീബായിട്ട് ജോലി ചെയ്യുക, അങ്ങനെ ഒരു നാടിന് സേവനം നൽകുക. ഒരു നല്ല ആ ഒരു ബിരുദം പോലും അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ്. നല്ലൊരു സംഘാടകനാണ്, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന, ഇങ്ങനെ ലൈഫിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നടന്നിരുന്ന ആളുകളാണ്. പക്ഷെ ഒരൊറ്റ യാത്ര, ആ ഒരു ബൈക്ക് യാത്ര, ജീവിതം എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഉത്തരം കിട്ടാത്ത ഒന്നാണ്. പക്ഷേ മരണം എന്നുള്ളത് ഉറപ്പാണ്. അത് എവിടെ നിന്ന് എന്താണ് നമുക്ക് പറയാൻ പറ്റാത്തതുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ആ ഉസ്താദിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. അരീക്കോട് ഭാഗത്താണ് വീടെന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം. പോലെ ഖബറടക്കൽ ചടങ്ങുകൾ ഇന്ന് കഴിഞ്ഞോന്നോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞോന്നാണ് 2-3 പേരെന്നെ വിളിച്ച് അറിയിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ആ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് 2-3 കാര്യങ്ങൾ പറയാറുണ്ട്. അതിലൊന്നൊരു വലിയ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഒരു ദുഃഖത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. 2 സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു വാർത്ത ഞാനന്ന് മാധ്യമങ്ങൾ കണ്ടു. നമ്മൾ ഈ തർക്കത്തിൻ്റെ വീഡിയോകളും വാർത്തകളൊക്കെ നിരന്തരം കാണലുണ്ട്. ഭയങ്കര സങ്കടമാണ് അത് കാണുമ്പോൾ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നവരും വഴക്കുണ്ടാക്കുന്നവരും വാഗ്വാദങ്ങൾ പറയുന്നവരും ഇതൊക്കെ നമുക്കിഷ്ടപ്പെട്ട നമുക്ക് പ്രിയപ്പെട്ട ഉസ്താദുമാർ തന്നെയാകും ആണല്ലോ എന്ന് കരുതിയിട്ടുള്ള ഭയങ്കര ഒരു സങ്കടം. അപ്പം ഇന്നിപ്പോൾ ഒരു ലീഗും സമസ്തയും തമ്മിലൊരു സമവായ ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കു ശേഷം ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതോടെ മുസ്തഫ മുണ്ടുപാറ, ഉമർ ഫൈസി മുക്കമൊക്കെ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ പത്രസമ്മേളനം നേരത്തെയുള്ള ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് നടത്തിയെന്ന് സാദിഖ് അലി തങ്ങൾ പിന്നീട് പറയണ്ടായി. ഒടുവിൽ ഇന്നൊരു പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പിൽ തങ്ങളോട് ചെയ്ത രീതികളൊക്കെ ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഉസ്താദുമാരെ പത്രക്കുറിപ്പ്. എന്നാലും എൻ്റെ ഉള്ളിൽ വിഷമം, ഉസ്താദുമാർ പരസ്യമായിട്ട് ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ഭാഗത്ത് സംഘടിത ശക്തിയായിട്ട് മാറുക, മറുഭാഗത്ത് പരസ്പരം വിട്ടുവീഴ്ച എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം. ഞാനൊരാളുകളുടെ മുന്നിൽ, ശക്തിയുടെ മുന്നിൽ കുറച്ച് പണ്ഡിതന്മാർ നിന്ന് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമുദായത്തിൽ തന്നെ ഒരു നാണക്കേടാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് സമുദായത്തിൻ്റെ ഒരു ഐക്യം. കാരണം നമുക്ക് ഉമറാക്കളും വേണം, ഉലമാക്കളും വേണം. ഉലമാക്കൾ എന്നുള്ള സമസ്തയുടെ ആളുകൾ, ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റുമൊക്കെയുള്ള നേതൃത്വം. ഇത് രണ്ടും കൂടി ഒന്നിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊരു സംഘശക്തിയായിട്ട് മാറുന്നത്. അത് പരസ്പരം ഭിന്നിച്ചാൽ അതിൻ്റെ എളുപ്പം ആർക്കാണെന്നറിയോ, സുഖം ആർക്കാണെന്നറിയോ? മാധ്യമങ്ങൾ പല വാർത്തകളും പറയും, തമ്മിൽ തല്ലിപ്പിക്കാനുള്ള വാർത്തകൾ. അത് ഏത് ചാനലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക, അത്രേ വേണ്ടുള്ളൂ. അവർക്കിപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ഞാൻ റിപ്പോർട്ടർ ചാനലിലെങ്ങാനും വാർത്ത കണ്ടത്, ഈ സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട്, അതായത് ലീഗിൻ്റെ സാദിഖ് അലി തങ്ങൾ ചെന്നിട്ട് കാന്തപുരം വിഭാഗത്തെ കണ്ടു, ഇനി കാന്തപുരം വിഭാഗത്തെ കൂടെ കൂട്ടാൻ പോവുകയാണ്, ലീഗിൽ നിന്ന് മറ്റേ സമസ്തയുടെ വിഭാഗം കൈയൊഴിഞ്ഞാലും അവർക്ക് ഇങ്ങനെ എവിടെയൊക്കെ ഫിത്തന ഉണ്ടാക്കാമോ അതൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണെങ്കിലും റിപ്പോർട്ടർ ചാനലാണെങ്കിലും ഇവരൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഖേദപ്രകടനം കൊണ്ട് 2 വിഭാഗവും ഒന്നിച്ച് സമവായത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഞാൻ പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുടെയും വെട്ടിത്തുറന്നു പറച്ചിലിൻ്റെയും ഒക്കെ മുറിവുകളുണ്ടാവും. ആ എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്ന്, മെഡിസിൻ കയ്യിലുണ്ട്. ചിലതൊക്കെ സ്നേഹത്തിൻ്റെ വാക്കുകൾ ഒരു മെഡിസിനാണ്. ചിലർക്ക് എന്തെങ്കിലും പുറത്ത് പുരട്ടാൻ ഒരു ഓയിൻമെൻ്റ് ഒക്കെ വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് സന്തോഷമുള്ള വാക്കുകൾ അങ്ങനെയാണ്. പണ്ഡിതന്മാരാണ് ഇതൊക്കെ, ഈ ഭിന്നതകളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആരോടും മാപ്പ് പറയില്ല, പടച്ചവനോട് മാത്രമേ മാപ്പ് പറയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഉമർ ഫൈസി മുക്കം ഉസ്താദ് അടക്കം ഈ ഒരു ഖേദപ്രകടനം നടത്തി പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും വേണം, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നമ്മൾ. ഇന്നാൾ മതി അല്ലെങ്കിൽ ഇന്നാളുടെ കൂടെ മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതല്ല. സമസ്തയുടെ ആളുകളാണെങ്കിലും എല്ലാവരും ഒന്നിച്ചു പോകുന്ന ഒരു
ഒരു കാഴ്ച സന്തോഷമുള്ളതൊന്നും ആവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ഉസ്താദിൻ്റെ ഈ ഒരു വിഷയം ജുനൈദ് ഫൈസിയുടെ കാര്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കാരണം സമസ്തയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ, അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.